ഹേ ഗൈസ്, കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ ഒരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. വെളുപ്പിനത്തെ എൻ്റെ കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഒരു വ്ളോഗായിട്ട് വന്നേക്കും കേട്ടോ. ഇന്ന് നീലൂസിന് പോകേണ്ടുന്ന ദിവസമായതുകൊണ്ട് 5 മണി 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. 5 മണിയാകുമ്പോൾ ഞാൻ ഉണരും, 5:30 ആകുമ്പോഴേ എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. വന്ന ഉടനെ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ ഇട്ട് കുടിച്ചിട്ട് അതിന് മുമ്പ് ഞാൻ കുക്കറിൽ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചമ്പാവരിയാണ്, നല്ല വേവുള്ള അരി ആയതുകൊണ്ട് ഒരു 10 വിസിൽ അടുപ്പിച്ചിട്ട് ബാക്കി വേവിക്കുന്നത് ഞാൻ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് ആവശ്യത്തിന് വേണ്ടുന്നതെടുത്ത് വേവിക്കും കേട്ടോ. എന്നിട്ട് ബാക്കി വേവിക്കാനുള്ള ചോറെടുത്ത് ഫ്രിഡ്ജിലോട്ടും അങ്ങ് വയ്ക്കും ചൂട് പോകുമ്പോൾ. പിന്നെ രാവിലെ ചിക്കൻ പുരട്ടി വെച്ചതിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, എനിക്കും ഇന്ന് പോകേണ്ടുന്ന ദിവസം കേട്ടോ. ഇന്ന് ലീവ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് എനിക്ക് പോകണം, അതുകൊണ്ട് എനിക്കും കൂടിയുള്ള ലഞ്ച് റെഡിയാക്കും കേട്ടോ. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണയിലോട്ട് കുറച്ച് ഉപ്പ് വിതറിയാൽ പൊട്ടിത്തെറിക്കത്തില്ലെന്ന് ഞാൻ എവിടെയോ വായിച്ചു. ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതൊന്നും കാര്യമില്ല കേട്ടോ, അത് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള ഭ്രാന്തെന്ന് വെച്ചാൽ, ഈ ഒരു ഡയറിയിൽ ഞാൻ തലേ ദിവസം പിറ്റേന്ന് സ്കൂളിലോട്ട് കൊടുത്തു വിടേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിലോട്ട് എഴുതി വയ്ക്കും. എന്നിട്ട് അത് എഴുതി വയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, രാവിലെ ഞാൻ റിലേ പോയിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പം രാവിലെ എന്തോ എടുക്കണ്ടേ എന്നുള്ള ഒരു ഓർമ്മയൊന്നും എനിക്ക് ആ സമയത്ത് കാണത്തില്ല. അപ്പോൾ ഈ എഴുതി വെച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നതാണെന്നുള്ളത് പിടികിട്ടും. എന്നിട്ട് രാവിലെ എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്ലാനിങ് ചിലപ്പം മാറാറുണ്ട് കേട്ടോ. ഇന്നലെ എഴുതി വെച്ചിരുന്നത് രാവിലെ അവന് കൊടുത്തു വിടാനായിട്ട്, ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ദോശ ഇട്ട് കൊടുത്തു വിടാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പ്ലാനിങ് മാറ്റി. അത് വെട്ടിത്തിരുത്തിയിട്ട് ചോറ്, കറി അതൊക്കെ എഴുതി വെച്ചതാണ് കേട്ടോ കണ്ടത്. എനിക്കിങ്ങനെ ഓരോ സമയത്ത് ഓരോ സ്വഭാവമായിട്ട് തോന്നും. അങ്ങനെ രാവിലെ ഇഡലിയാണ് കേട്ടോ എടുക്കുന്നത്. ഇഡലിയും പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ അത് സാമ്പാർ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നീലൂസിന് പൊരിക്കാനുള്ള മുട്ട അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കറിൽ വേവിക്കാൻ വെച്ച അരി പകുതിയോളം വെന്തിട്ടുണ്ട്, മുക്കാലോളം വെന്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച് ഇൻഡക്ഷൻ കുക്കറിലോട്ട് വെക്കും, ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലോട്ട് വെക്കും. അത് അവിടെ ഇരുന്ന് വെന്തോളും. അപ്പം ചോറിൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ വേണ്ടുന്നത് സാമ്പാർ ചൂടാക്കണം. പകുതി സാമ്പാർ എടുത്ത് ഞാൻ ചൂടാക്കുന്നു, ബാക്കി പകുതി അങ്ങ് തിരിച്ച് അതേപോലെ വെക്കുന്നു കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തിട്ട് ഇനി കേടാക്കി കളയണ്ട. കാപ്പിയും ഞാനും കൊണ്ടുപോകും കേട്ടോ. അവിടെ ചെന്നിരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് സമയം കിട്ടും. അപ്പോൾ സമാധാനത്തോടെ കഴിക്കാം അവിടെ ചെന്നിട്ടാവുമ്പം. ഇവിടുന്ന് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ വെപ്രാളം പിടിച്ച് സമയം പോകുമെന്ന് ടെൻഷൻ അടിച്ചിട്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ കാപ്പി എല്ലാ ദിവസവും പോകേണ്ടുന്ന ദിവസമല്ല അങ്ങ് കൊണ്ടുപോകും. പിന്നെ അതാ രാവിലെ വന്ന് ഓരോരുത്തരിങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ കുറച്ച് കുട്ടി ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നേ, അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കൊടുത്തു. അങ്ങനെ അവർ അതും കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ബാക്കി പരിപാടികളെല്ലാം ചെയ്യാനായിട്ട് പോയി കേട്ടോ. നീലൂസിന് കൊടുക്കാനായിട്ട് മുട്ട പൊരിക്കാനായിട്ട് പോവാട്ടോ. മുട്ടയല്ലല്ലോ, ദോശയാണോ മുട്ടയാണെന്ന് തോന്നുന്നു. മുട്ട പൊരിക്കാനായിട്ട് പോവാട്ടോ, ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാനായിട്ട്. നീലൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീടും ഇവിടുത്തെ ഡൈനിങ് ടേബിളും ഇല്ല ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ കിടക്കും കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ കിടക്കുമോ അതെല്ലാം ഈ രാവിലെ വെപ്രാളം പിടിച്ച് അതും എടുത്ത് ഇതും എടുത്ത് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഒക്കെ ആയിരിക്കും. പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ട് പറക്കി ഒതുക്കാനൊക്കെ ഉള്ള തീരുമാനത്തിലായിരിക്കും കിടക്കുന്നത് കേട്ടോ. പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ട് എല്ലാം അടുക്കി പറക്കി അടുക്കള ഒതുക്കിയൊക്കെ വരുമ്പോഴത്തേനും ഒരു സമയമാവും. പോകണ്ടാത്ത ദിവസമാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യുമെന്നറിയോ, നീലൂസും ചേട്ടയും പോയി കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. ഭയങ്കര ഉറക്കം ശരിയാവാത്ത പോലെ ഫീൽ ചെയ്താൽ ഉറക്കം വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ കിടന്ന് കുറച്ച് നേരം ഉറങ്ങുവേ. പക്ഷെ ഇന്നുണ്ടല്ലോ, നീലൂസിന് ഇട്ട് കൊടുത്ത ഷർട്ടിനകത്തോട്ട് കളറടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ബുക്കിലോട്ട് കളറടിക്കുമായിരുന്നു. സ്കെച്ച് എടുത്തിട്ട് ക്രയോൺസ് വെച്ചായിരുന്നേലും വേണ്ടിയല്ലായിരുന്നു. അവൻ അതിൽ കളറാക്കി. പിന്നെ ആ ഷർട്ട് മാറ്റിയിട്ട് വേറെ ഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു വിട്ടത് കേട്ടോ. അത് കഴിഞ്ഞ് നീലൂസ് പോയതിന് ശേഷം ഞാൻ പോയി കുളിച്ചു. ഞാൻ കുളിച്ച് കഴിഞ്ഞ് റെഡിയായി, ഞാൻ പോവാനായിട്ട് റെഡിയാവും കേട്ടോ. രാവിലെ വെപ്രാളമൊന്നുമില്ല, എല്ലാം സമാധാനത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് സാധാരണ 9 മണി കഴിഞ്ഞിട്ട് ചെന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ 9 മണി, കറക്റ്റ് 9 മണിക്ക് ചെല്ലണമെന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് വെപ്രാളത്തിൽ കണ്ണു എഴുതി പൊട്ടും തൊട്ടിട്ട് ഞാൻ ഇറങ്ങി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങോട്ട് പോകുന്നത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാം ചടപടയെന്നായിരുന്നു. അവിടെ ചെന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പ്രധാനമായിട്ട് ഞാൻ നിൽക്കത്തില്ല. കാരണം അവിടുത്തെ റൂൾസൊന്നും എങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുക്കാവോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ വൈകിട്ട് വന്നതിന് ശേഷം മേലൊന്ന് കഴുകി
ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാശ്വാസം കിട്ടുന്നത് കേട്ടോ. പിന്നെ രാത്രിയിലത്തേന് വേണ്ടുന്നതൊക്കെ റെഡിയാക്കാനായിട്ട് പോവും. പിന്നെ നീലൂസിനെ കുറച്ച് നേരം ഇരുത്തി പഠിപ്പിക്കും. അത് കഴിഞ്ഞ് അവന് കൊണ്ടുപോകാനുള്ള പിറ്റേ ദിവസത്തേന് ടീച്ചർ എന്തെങ്കിലും ടെക്സ്റ്റോ എന്തെങ്കിലും കൊടുത്തു വിടാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കും. ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ, പിറ്റേന്ന് രാവിലെ വെപ്രാളം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഇന്നാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നിട്ട് ഉറങ്ങിയില്ല. അപ്പോൾ വെളുപ്പിനെ 5 മണിക്കും കൂടി എഴുന്നേറ്റപ്പോഴത്തേനും എനിക്ക് ഇന്ന് പോയിട്ട് വന്നപ്പോഴത്തേനും എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ പിന്നെ അവനെ ഉറക്കാനായിട്ട് 9 മണിയാകുമ്പോൾ കയറും. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോകും കേട്ടോ. പിന്നെ 10 മണി കഴിയുമ്പോഴാണ് ചാടി എഴുന്നേറ്റ് വന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ ദാ ചേട്ടായി ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ നാളായി വട ഐറ്റംസൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പം അതിൽ നിന്നും ഓരോന്നെടുത്ത് കഴിച്ച് ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാശ്വാസമായത്. ഇനി ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല, കിടക്കണം എന്ന് തോന്നും. പക്ഷേ എനിക്ക് കിടക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാം റെഡിയാക്കി വെക്കണം. നാളെ ഫുഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അരിഞ്ഞ് വെക്കാനുണ്ടെങ്കിൽ അരിഞ്ഞൊക്കെ വെക്കണം. നാളെ പിന്നെ പോകണ്ട, അതുകൊണ്ട് പിന്നെ സമാധാനത്തെ എല്ലാം ചെയ്താൽ മതി. രാവിലെ അവനെ വിട്ടതിന് ശേഷം എല്ലാം സമാധാനത്തോടെ ചെയ്താൽ മതി. അവന് വേണ്ടിയിട്ട് നീലൂസിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. നമുക്കും കൂടി വേണ്ടിയിട്ട് രാവിലെ തന്നെ എടുക്കുമ്പോഴാണ് ഒരുപാട് ഹെവി വർക്കായിട്ട് തോന്നുന്നത്. നാളെ ഇനി അങ്ങനെയില്ല. അപ്പം നീലൂസ് പാല് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ വന്നപ്പോൾ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നീലൂസ് സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ വന്നപ്പോൾ എന്തോ മൂഡ് ഓഫ് ആയിരുന്നേ. അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു 6:30 ആകുമ്പോഴത്തേന് വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോൾ കിടന്നുറങ്ങുമായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉണർത്തി. തന്നെ ഞാൻ ഉണർത്തി, 6:30 ആയപ്പോഴേ ഉണർത്തി. കാരണം ഇനിയിപ്പോൾ ഒരുപാട് സമയം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവൻ രാത്രി കിടന്നുറങ്ങാൻ താമസിക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയും നിർബന്ധവും കരച്ചിലും വിളിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നപ്പോഴേ ഞാനങ്ങ് ഉണർത്തി കേട്ടോ. ഉണർത്തിയിട്ട് പാലും കാച്ചി കൊടുത്ത് പിന്നെ എന്തോ വേണ്ടുന്നതെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കാനായിട്ട് പറഞ്ഞേ. വടയുണ്ടായിരുന്നു, കേക്കുണ്ടായിരുന്നു, നമ്മുടെ വെട്ട് കേക്ക് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബിസ്ക്കറ്റ്, അത് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് ഒന്നീ ഉറങ്ങും, അല്ലെങ്കിൽ കുറച്ച് നേരം കാർട്ടൂൺ ഇട്ട് കൊടുക്കും കേട്ടോ. കാർട്ടൂണും കണ്ടുകൊണ്ട് ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ അവനെ ഉറക്കും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടികൾ. ചില ദിവസങ്ങളിൽ കാർട്ടൂണും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങും കേട്ടോ. കസേര ഇരുന്നങ്ങ് ഉറങ്ങും. പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് കിടത്തും. ആ ഉറക്കം ചിലപ്പം രാത്രി 7 മണി 8 മണി വരെയൊക്കെ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ രാത്രി 9 മണി 10 മണിക്കകത്ത് ഉറക്കാനായിട്ട് ഞാൻ നല്ല പാടുപെടും കേട്ടോ ആ ദിവസങ്ങളിൽ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഒരു കൊച്ചുണ്ട്, അവനാണെങ്കിൽ കളിക്കാൻ വരുവാണെങ്കിൽ അങ്ങനെ ഉറങ്ങത്തില്ല. 2 പേരും കൂടെ കളിച്ചുകൊണ്ട് രാത്രി ഒരു 7 മണി 6:30 വരെയൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ കയറി വന്നിട്ട് ഞാൻ ഉടനെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കാനായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോൾ വേണേലും ഉറങ്ങിയാലും എനിക്ക് ടെൻഷനില്ല. പിന്നെ 7 മണി കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ പിന്നെ രാവിലെ എഴുന്നേൽക്കത്തുള്ളൂ, ഞാൻ ഉണർത്താനായിട്ട് നിൽക്കത്തില്ല. അങ്ങനെ ഉറങ്ങുന്ന ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഒരു മടിയും കാണത്തില്ല കേട്ടോ. പക്ഷേ ചില ദിവസങ്ങളിൽ നേരെ തിരിച്ചും വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ ഒരുമിച്ചിരിക്കത്തുള്ളൂ കേട്ടോ, എന്നാലേ ഒന്ന് സംസാരിക്കാനൊക്കെ പറ്റത്തുള്ളൂ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തരുമ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.